ഇടതുമുന്നണിയിൽ നിന്ന് കൊല്ലത്തെ MP സ്ഥാനം എന്ന മുന്തിരിങ്ങ കണ്ടാണ് RSP UDFിലേക്ക് ചാടിയത്. അവിടെ പോയതോടെ സകല മാണിത്തരങ്ങൾക്കും അരുനിൽക്കുക എന്നത് ഒരു വിധിയാണല്ലോ. അതുകൊണ്ട് മാണി മുതൽ ബാബു വരെയുള്ളവരെ ന്യായീകരിച്ച് സോഷ്യലിസ്റ്റ് പ്രവർത്തനം ശക്തമാക്കുമ്പോഴാണ് ദേവസ്വം ബോർഡിൽ നിയമനം നടന്നത്. നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം, അരുവിക്കര സ്ഥാനാർത്ഥിത്വം ഇതെല്ലാം കൊടുക്കാതെ UDF പറ്റിച്ചപ്പോൾ വിപ്ലവ സോഷ്യലിസ്റ്റുകൾ സങ്കടം ഉള്ളിലടക്കി കഴിയുകയായിരുന്നു. അപ്പോഴാണ് ദേവസ്വം ബോർഡിന്റെ അവഗണന. ഈ സമയത്ത് VS അച്യുതാനന്ദൻ ഇങ്ങോട്ട് പോന്നോളൂ എന്ന ഉപദേശം കൂടി വച്ചതോടെ സ്പീക്കർ ഉഷാറായി. UDFിലെ അടിച്ചമർത്തലിനെതിരെ പോരാടാൻ തന്നെ തീരുമാനിച്ചു. ഉമ്മൻചാണ്ടിയും കൂട്ടരും ആവത് തിരിച്ചു കൊടുത്തപ്പോൾ ഞങ്ങളൊന്നിനുമില്ലേ എന്ന് പറഞ്ഞ് നിലപാട് മാറ്റിയെങ്കിലും പ്രതിഷേധിക്കാനുള്ള VSന്റെ ഉപദേശം കുറച്ചൊന്ന് ചോര തിളപ്പിച്ചിരുന്നു. തന്റെ അവസ്ഥയെ പറ്റി ഈ കരക്കാർക്കൊക്കെ അറിയാം. പക്ഷെ നിക്കാരഗയിൽ എന്ത് സംഭവിച്ചു? എത്യോപ്യയിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഉഗാണ്ടയിൽ സംഭവിച്ചതെന്ത് അറിയില്ല. എനിക്കും അറിയില്ല. നമുക്കാർക്കും അറിയില്ലെങ്കിലും ലോകത്തിന്റെ പല മുക്കിലും മൂലകളിലും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബെയ്റൂട്ടിൽ, ഇറാഖിൽ, ഇറാനിൽ, സൗത്ത് ആഫ്രിക്കയിൽ മനുഷ്യനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അടിച്ചമർത്തലിനെതിരെ അവിടുത്തെ ജനവിഭാഗങ്ങൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. താനും പോയി പൊട്ടിത്തെറിക്കണോ? പൊട്ടിത്തെറിക്ക്. ആശാം പറഞ്ഞ രാജ്യത്തൊക്കെ സംഭവിച്ച പൊട്ടിത്തെറി ഞാൻ സംഭവിപ്പിക്കും. നാളത്തെ സൂര്യൻ ചുവന്നിരിക്കും. എന്റെ സഹാവേ, എന്റെ വിപ്ലവാഭിവാദനങ്ങൾ. ദേവസ്വം ബോർഡ് പുനഃസംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് നിയമനം നൽകിയില്ല എന്ന് മാത്രമല്ല, ഒരു മുന്നണി സംവിധാനത്തിൽ പാലിക്കേണ്ട സമീപനങ്ങൾ പാലിക്കാതെ ഏകപക്ഷീയമായി രണ്ടുപേരെ നിയമിച്ചതിലുള്ള പ്രതിഷേധം, ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ സമീപനങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സമീപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവർ തിരുത്തു വന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അക്രമത്തിനെതിരെ പടവാളോങ്ങുന്ന കടത്തനാട് അമ്പാടി UDFിൽ തുടരുമ്പോൾ 3-4 ഗ്രാമപഞ്ചായത്ത് സീറ്റുകൾ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിച്ചാൽ അങ്ങ് അപ്പുറത്ത് പോകാൻ ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? അത്ര മോശപ്പെട്ട പ്രസ്ഥാനമാണ്. കമലാസന, നല്ലൊരു മാതൃകാ കുടുംബജീവിതം നീ താറുമാറാക്കിയല്ലോടാ തപാൽ ദ്രോഹി. അങ്ങനെ ഈ മുന്തിരിങ്ങ കണ്ട് കുറുകൻ ചാടുന്നത് പോലെ ചാടുന്ന പാർട്ടിയല്ല കമലാസന, നല്ലൊരു മാതൃകാ കുടുംബജീവിതം നീ താറുമാറാക്കിയല്ലോടാ തപാൽ ദ്രോഹി. വിപ്ലവകാരികളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്ദിരാഭവനിലിട്ട് ഉമ്മൻചാണ്ടിയും കൂട്ടരും കാര്യമായെന്നു പെരുമാറിയാൽ ഇല്ലാതാകുന്നതേയുള്ളൂ ഈ വിപ്ലവ പ്രവർത്തനങ്ങൾ. വിപ്ലവ പോരാട്ടം ഒരു ഇടവേള കഴിഞ്ഞ് തുടരും. സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ.